മലയാള സിനിമയിൽ നിന്ന് മെലഡി അന്യം നിന്നു പോയോ എന്നൊരു ചോദ്യം മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഇടയ്ക്ക് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത ഒരു മെലഡി ഉണ്ട്, അതാണ് ആരാധിക. ആ ആരാധികയുടെ സൃഷ്ടാവാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഓക്കെ, സോ വിഷ്ണു വിജയ് വിത്ത് us. അങ്ങനെ അധികം കാണാറില്ല വിഷ്ണുവിനെ ഇന്റർവ്യൂസിലൊന്നും. ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിഷ്ണു സൈലന്റ് ആയതായി നാം ശ്രദ്ധിക്കുന്നു. അതിനു മുമ്പ് വരെ അതെന്താ അങ്ങനെ അറിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ആക്ച്വലി ചോദിക്കണം എന്ന് വിചാരിച്ച് വന്നത് വിഷ്ണു ഇൻട്രോവേർട്ട് ആണോ എന്ന്. പക്ഷേ എൻ്റെ അടുത്ത് മൈക്ക് ഓൺ ചെയ്യുന്നത് വരെയുള്ള സംസാരം കേട്ടപ്പോൾ നോ, എൻ്റെ ചോദ്യം മാറ്റാന്ന് ചോദിച്ചു. പക്ഷെ മൈക്ക് എപ്പോൾ ഓൺ ആയോ അപ്പോൾ വിഷ്ണു ചോദ്യം പിന്നെ അതാ ഇൻട്രോവേർട്ട് ആണോ? ചില സമയങ്ങളിൽ അങ്ങനൊന്നുമില്ല കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ ക്യാമറ ഒക്കെ വന്നിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും. നേരത്തെ പാട്ടുകാർക്കായിരുന്നു കൂടുതൽ ശ്രദ്ധ പോയത്. ഏത് പാട്ടാണെങ്കിലും ആ പാട്ടുകാരിലായിരുന്നു. മ്യൂസിക് ഡയറക്ടേഴ്സിനെ പറ്റി സംസാരിക്കുന്നതിനേക്കാളും പാട്ടുകാരെ പറ്റി സംസാരിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. മ്യൂസിക് ഡയറക്ടേഴ്സിനെ പറ്റി സംസാരിക്കുന്ന, മ്യൂസിക് ഡയറക്ടേഴ്സിലേക്ക് ഫോക്കസ് പോകുന്ന ഒരു കാലം കൂടെയാണ്. പണ്ടും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ കുറച്ചുകൂടി പാട്ടുകൾ കേൾക്കുമ്പോഴും നിങ്ങളിപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ മ്യൂസിക് പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ ആർട്ടിസ്റ്റിൻ്റെ പേര് പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് എക്സ്പോഷറാണ് സംഭവം മെയിനായിട്ട്. അല്ലാതെ പക്ഷെ പണ്ടും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കൂടുതലൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കേൾക്കണതിൻ്റെ അത് പാട്ട് കേൾക്കുമ്പോൾ നോർമലി അവിടെ ആൾക്കാർ ആ ശബ്ദം മാത്രമേ ഫോക്കസ് ചെയ്യുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് ഇപ്പൊ കുറെ പാട്ടുകാരായി. ആൾക്കാരുടെ ഫോക്കസ് പാട്ടുകാരായി, പിന്നെ നമ്മൾ പാടാൻ തുടങ്ങിയല്ലോ. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സും പാടുന്ന കാലമായി. അതായിരിക്കും. വിഷ്ണു ഒറ്റയ്ക്ക് പാടിയേക്കുന്ന പാട്ടുകൾ ഏതൊക്കെയായിരുന്നു? ഈ പറഞ്ഞ കാറ്റുരുത്തിയൊക്കെ ഞാൻ സോളോ വോക്കൽ തന്നെയാണ്. പക്ഷെ അതിൻ്റെ അകത്തും ഒറ്റ വോക്കൽ എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് തന്നെയാണ്. പല സ്ഥലത്തും തന്നെ കോറസ് വരും. അപ്പോൾ കോറസിൽ തന്നെ ഞാൻ തന്നെ ഈ പറഞ്ഞ പോലെ ഫോൾസിൽ പാടും. ഇന്നത്തെ ഒരു മ്യൂസിക് ഡയറക്ടേഴ്സിനിടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. എല്ലാവരുടെയും വർക്കുകളും എല്ലാം കേൾക്കാറുണ്ട്. പിന്നെ വർക്കിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പം നമുക്കൊരു വർക്ക് വരുമ്പോൾ അവരോടും വിളിച്ച് സജഷനൊക്കെ ചോദിക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ? ചോദിക്കാറുണ്ട്. ഇങ്ങനൊരു പടമുണ്ട്, അപ്പോൾ ഞാൻ ചെയ്താൽ കറക്റ്റ് ആയിരിക്കുമോ അതോ അങ്ങനെയൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അവിടെ എൻക്വയറി വന്നിരുന്നോ, നീ ചെയ്യുന്നോ, അങ്ങനെയൊക്കെ ഇതെല്ലാം നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരെ അത്രയും സിമ്പിളായിട്ടാണ് ഇതിനെ കാര്യങ്ങൾ കാണുന്നത്. ആരും അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു മത്സരബുദ്ധിയിൽ പോണില്ല. പ്രേമലു കൊണ്ട് തന്നെ നമ്മൾ സത്യം പറഞ്ഞ പ്രേമലു ആയാലും പണി ആയാലും അങ്ങനെ കുറേ പടങ്ങൾ വിഷ്ണു വിജയുടെ ക്രെഡിറ്റ്സിലുണ്ട്. അപ്പം എങ്ങനെയാണ് 2024 പ്രേമലു എന്താണ് ഫെബ്രുവരി റിലീസ്? അപ്പോൾ ഏകദേശം ജാനുവരി തൊട്ട് തന്നെ ന്യൂ ഇയർ 2024 ജാനുവരി ന്യൂ ഇയറൊക്കെ തന്നെ പ്രേമലുവിൻ്റെ പണിക്കകത്തായിരുന്നു. പിന്നെ പ്രേമലു കഴിഞ്ഞിട്ട് അടുത്ത നേരെ പണി പക്ഷെ കുറച്ച് സമയമായി അതിൻ്റെ സ്കോറിനും പരിപാടി. ഞാനും സാം സിയസും കൂടി ചേർന്നിട്ടാണ് ആ പടം ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്കോറിനൊക്കെ ആയിട്ട് കുറച്ച് സമയം അതിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പടം മാത്രമാണ് 2024 ഉണ്ടായിരുന്നത്. പിന്നെ അതിനിടയ്ക്ക് വെച്ച് ഇപ്പം ഈ പ്രാവൻകൂട്ട് ഷാപ്പിൻ്റെ വർക്ക് തുടങ്ങി. പിന്നെ ഒരു ഗ്യാപ്പ് എടുക്കുമോ? ഐ മീൻ ഒരു സ്പേസ് മുഴുവനും അൺലേൺ ചെയ്തിട്ട് വേണമല്ലോ അടുത്തേക്ക് കയറാൻ? വേണം, പക്ഷെ ചിലപ്പോഴും മിക്കവാറും സമയം കിട്ടത്തില്ല. അപ്പം പിന്നെ ആദ്യം തൊട്ട് ചെറുതായിട്ട് അതിൻ്റെ റീലുകളൊക്കെ കണ്ടു തുടങ്ങും. അങ്ങനെ പയ്യെ അതുമായിട്ടൊന്ന് ടച്ചിലായി തുടങ്ങിയിട്ട് ആ മൂഡിലേക്ക് വീഴും. അങ്ങനെ പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പടം നമ്മൾ ഒരു 2-3 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു പടത്തിലേക്ക് വന്ന് എന്ത് കയറി തൊട്ടാലും മറ്റേ പടത്തിൽ മ്യൂസിക് പോലെ തോന്നുള്ളൂ. നമ്മുടെ മസിൽ മെമ്മറിയിലും ഒക്കെ അതങ്ങ് ഭയങ്കരമായിട്ട് ബാധിക്കും. അതൊന്ന് വിട്ടു വരാൻ ശരിക്കും ഈ ഒരു ബ്രേക്ക് ആവശ്യമാണ്. ആ ബ്രേക്ക് എടുക്കുന്നില്ലെന്നല്ലേ പറഞ്ഞേ? ബ്രേക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഴിയുന്നത്ര ഇങ്ങനെ ലാഗ് ചെയ്തൊക്കെ ഒരു ബ്രേക്ക് ഉണ്ടാക്കും. പക്ഷെ അത് പിന്നെ മടി എന്നുള്ള പേരിലാണ് പുറത്ത് വരുന്നത്. നാട്ടുകാരുടെ അങ്ങനെ ഒരു പേരുണ്ടോ? അങ്ങനെ ഉണ്ട്, അങ്ങനെ ഒരു പേരുണ്ട്. പ്രാവൻകൂട്ട് ഷാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ലൈറ്റർ അല്ലെങ്കിൽ ഒരു നാടൻ ടൈപ്പ് സാധനം. പക്ഷെ അതിനകത്ത് വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടക്കം ഹോളിവുഡ് ലെവലാണ്. അതിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ആ പാട്ട് ചെയ്തത് കേട്ടോ. അത് ഷൂട്ട് കഴിഞ്ഞിട്ട് പാട്ടായിട്ട് എഡിറ്റ് ചെയ്തിട്ട് വന്നിട്ടാണ് അത് അതിൻ്റെ പുറത്താണ് ആ പാട്ട് ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും അത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള കട്ടും പരിപാടിയൊക്കെ കണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനൊരു സ്ലോ ടെമ്പോ പാട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നില്ലല്ലോ. അപ്പോൾ അതൊരു കാര്യം. പിന്നെ മൊത്തത്തിലൊരു കുറച്ചൊരു ഒരു റൂട്ടഡ് സാധനം വേണം. പക്ഷേ അതിൻ്റെ പുറത്തേക്കൊരു കുറച്ച് നമുക്ക് അത്യാവശ്യം ഒന്ന് ഇരുന്ന് കേട്ട് ട്രിപ്പ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുറച്ച് സൗണ്ടുകളും വേണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ ഉണ്ടായത്. പിന്നെ ഈ പറഞ്ഞ പോലെ മൂരിയും വിനായക് ശശികുമാർ, സുഹേൽ കോയ ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് അതിൻ്റെ ഒരു പാട്ടുകളുടെ മൊത്തം എഴുതിയേക്കണത്. അപ്പം എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ട് അവരിട്ടിട്ടുണ്ട്. ഇപ്പം ലവ് ട്രാക്കിലും മൂസിൻ്റെ വരി വന്ന പോലെ തന്നെ ഇംഗ്ലീഷ് പാട്ട് സുഹേലാണ് എഴുതിയിരിക്കുന്നത്, ഷാർപ്പ് ഷൂട്ടർ എന്ന് പറഞ്ഞ ട്രാക്ക്. അപ്പം
അങ്ങനെ എല്ലാം കൂടി കയറി അതിനകത്തൊരു ഫിറ്റിനായതാണ് അതിൻ്റെ ഒരു പാട്ടുകളെല്ലാം. ഇപ്പം അമ്പിളിയൊക്കെ എടുത്ത് നോക്കിയാലും ജാക്സൺ അല്ലടാ പാട്ട് വേറൊരു ലെവല്, അവിടെ നിന്ന് ആരാധിക പോലുള്ള ഈ ലെവലിലുള്ള പാട്ടുകളുണ്ട്. അപ്പം അതെങ്ങനെയാണ് എങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് ഇതിനൊക്കെ കൂടെ കൊണ്ടുവന്ന് കൊള്ളിക്കുന്നത്? ഈ കഥകളിൽ തന്നെ എല്ലാത്തിനകത്തും ഈ പറഞ്ഞ പോലൊരു ഡൈനാമിക്സ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിലാണല്ലോ ഇതിന് മ്യൂസിക് വേണ്ടത്. അപ്പം അതിൻ്റെ അപ്സും ഡൗൺസും കറക്റ്റായിട്ട് അങ്ങനെ പിടി. അപ്പോൾ അവിടെ ഒരു പാടിൻ്റെ സിറ്റുവേഷൻ വയ്ക്കുന്ന ഡയറക്ടേഴ്സിനാണ് അതിൻ്റെ ആദ്യത്തെ ഫുൾ ക്രെഡിറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇവിടെയൊക്കെ പാട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തൊരു കോമൺ ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പോയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീയോ എന്തെങ്കിലും ഒരു സാധനം പിടിക്കും നമ്മൾ. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ചാടാനോ അവിടുന്ന് ഇങ്ങോട്ട് ചാടാനൊക്കെ ആയിട്ട് ജാക്സൺ അല്ലടനകത്താണെങ്കിൽ കേൾക്കാത്ത സംഗീതമേറുന്നേ എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ലൈനുണ്ട്. അപ്പോൾ അത് എന്നും ഒരു പുഴയ ഈ സെയിം ഫ്രേസ് തന്നെയാണ് അതിനെ അങ്ങനെ പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അത് അങ്ങനൊരു കണക്റ്റ് വരണമെന്ന് അങ്ങനൊരു പ്ലാൻ എപ്പോഴും നടത്താറുണ്ട്. മ്യൂസിക്കിലല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെമ്പോയിലോ എന്തെങ്കിലും ഒരു സാധനത്തിൽ ചെറിയൊരു അങ്ങനത്തെ ഒരു ഹാക്ക് പിടിക്കാറുണ്ട്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇപ്പം അങ്ങനെയുള്ളൊരു രീതി ഉണ്ട് അല്ലേ? നമ്മൾ പടം എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ലിപ്പില്ലാത്തത് കൊണ്ട് കുറേയൊക്കെ അല്ലേ വിഷ്വൽസ് കാണിച്ചിട്ട് പിന്നെ അതെ അങ്ങനെയും. ഇപ്പം ആ ഫാലിമി എന്നുള്ള പടം ഇപ്പം നിതീഷ് കൊണ്ടുവന്നപ്പോൾ നിതീഷ് അതിൻ്റെ അകത്ത് കുറച്ച് എല്ലാ സീൻ്റെയും റെഫറൻസുകളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്ന് വരുന്നത്. അപ്പം അതായത് അവരങ്ങനൊരു പരിപാടി ഈ മറ്റേ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി കഴിയുമ്പോൾ ഉള്ള ഒരു ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ടായിരുന്നല്ലോ, അതൊരു സ്പൂഫ് ടൈപ്പിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് നിതീഷ് ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചത് കണ്ടപ്പോഴാണ് കുറച്ചുകൂടി അതിൻ്റെ അത് ഫണ്ണ് ഭയങ്കരമായിട്ട് കിട്ടിയതും. അപ്പം അങ്ങനത്തെ പടങ്ങളൊക്കെ ചിലപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് പറ്റുന്ന രീതിക്കുള്ള മ്യൂസിക്കുകളൊക്കെ ഇട്ടൊന്ന് അതിനെ ഒന്ന് ഷേപ്പാക്കിയിട്ട് കൊണ്ട് കാണിക്കാറുണ്ട്. മുന്നേ തന്നെ ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ഓൺ ബോർഡ് കയറാൻ പറ്റാതെ അല്ലെങ്കിൽ ആദ്യമേ അങ്ങനെ ഒരു പാട്ടിൻ്റെ പ്ലാനൊന്നും ഇല്ലാത്ത പടങ്ങളൊക്കെയാണ് അങ്ങനെ വന്നിരുന്നതെന്ന് തോന്നുന്നു. ഇപ്പം പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരും ആദ്യം തന്നെ ഒരു ടീം സെറ്റാക്കി കഥയിൽ വർക്ക് ചെയ്ത് ഇരുന്ന് രണ്ടും നല്ല തന്നെ. ഓക്കെ. എപ്പോഴും ഒരു മ്യൂസിക് ഡയറക്ടറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ലിറിക്സ് എഴുതിയിട്ട് പാട്ട് മ്യൂസിക് ചെയ്തിട്ട് ലിറിക്സ് ഇത് രണ്ടും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു വിഷ്ണു അല്ലേ? എനിക്ക് തോന്നുന്നു വിനായകുമായിട്ട്. അതെ, വിനായക അങ്ങനെ ട്യൂൺ ചെയ്തിട്ടാണ് എഴുതുന്നിട്ടുള്ളത്. ഓക്കെ. ബാക്കി ഈ സുഹൈലൊക്കെ അല്ലെങ്കിൽ ഇപ്പം കഴിയുന്നത്ര എല്ലാവരും ഒരുമിച്ച് ഇപ്പം റഹ്മാൻ്റെ പടത്തിന് വേണ്ടി ഇപ്പം ജിംഖാനയ്ക്ക് വേണ്ടി പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒരുമിച്ചിരുന്ന് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു രണ്ടുപേരും ഒരുമിച്ചിരുന്ന്. ഇപ്പം തല്ലുമാലയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ തന്നെ വർക്ക് ചെയ്തിരുന്നത്. മോസിനും ഞാനും റഹ്മാനും എല്ലാവരും ഇരുന്നിട്ട് എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ അത് പാടി നോക്കി വർക്കാവുന്നുണ്ടോ അങ്ങനെ 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 നമുക്ക് മ്യൂസിക് വരുമോ? അതായത് കുറച്ച് പേരുടെ കൂടെ ഇരിക്കുമ്പോൾ അതോ നമുക്ക് ശാന്തമായി? അല്ല, അങ്ങനെയും വരും. ഞാൻ അങ്ങനെ കൂടെ ഇരിക്കുന്നവർ നമ്മളെ ശല്യം ചെയ്യാത്തടത്തോളം കാലം ഒറ്റയ്ക്കാണോ കൂട്ടത്തിലാണോ എന്നുള്ളത് പ്രശ്നമില്ലല്ലോ. ഫ്രം ഗപ്പി ഇപ്പം ലവ്ലി വരെ വന്ന് നിൽക്കുന്ന സമയത്ത് ചെയ്തിരിക്കുന്ന ജോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതാണ്, പല വെറൈറ്റി, അത് ഇത് മറ്റത് മറിച്ചൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസിക്കൽ ബേസ് വെച്ച് നമുക്കിതെല്ലാം അങ്ങനെയല്ല, ഇത് എല്ലാ മ്യൂസിക്കും മനസ്സിലാക്കാൻ ഈ പഠിച്ച മ്യൂസിക് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേറെ പാട്ട് കേൾക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഇത് വെച്ചിട്ടാണ് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കുന്നത്. ഓക്കെ. പിന്നെ വേറെ മ്യൂസിക് കേൾക്കാനും എൻ്റെ പണ്ടോട്ടെ എൻ്റെ വീട്ടിലും അല്ലെങ്കിൽ എൻ്റെ ഗുരുക്കന്മാരും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ വേറെ ഗസൽസ് കേൾക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ പരിപാടികൾ കേട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഷാൻ ദേവ് പുള്ളിക്കാരൻ്റെ കൂടെ കുറച്ച് നാൾ പുള്ളിക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ സ്റ്റുഡിയോയിലൊക്കെ പോയിരുന്ന് വർക്കുകൾ കാണും കേൾക്കും. അപ്പോൾ അവിടുന്ന് കുറേ പാട്ടുകൾ കേട്ടു. പിന്നെ ബാലഭാസ്കറിൻ്റെ അടുത്ത് വന്ന് ഇഷാൻ ചേട്ടൻ വഴിയാണ് ഞാൻ ബാലചേട്ടനായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് പാട്ടുകൾ കേട്ടു. അങ്ങനെ അങ്ങനെയൊക്കെ കേട്ട് ലിസണിങ് അങ്ങനെ പണ്ട് അവിടെ നിന്ന് കുറച്ച് കേൾക്കാനുള്ളൊരു അവസരം കിട്ടിയതിൻ്റെയാണ്. പിന്നെ വീട്ടിലും സംഗീതമുണ്ട്. വീട്ടിലും സംഗീതമുണ്ട്. അച്ഛൻ മ്യൂസിക് കോളേജിൽ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അച്ഛൻ എന്നെ ഒരു വർഷം പഠിപ്പിച്ചു മ്യൂസിക് കോളേജിൽ. സെയിം കോളേജിലായിരുന്നല്ലേ സ്വാതി? ഞാൻ പഠിക്കുന്ന സമയത്ത് അച്ഛൻ പാലക്കാട് കോളേജിലായിരുന്നു ട്രാൻസ്ഫർ ആയി അവിടെ ആയിരുന്നു. അപ്പം പിന്നെ വന്നിട്ട് ഒരു വർഷം ഉണ്ടായിരുന്നു. പക്ഷെ അധികം ക്ലാസ്സിലൊന്നും അങ്ങനെ ഇരിക്കേണ്ട. അച്ഛനെങ്ങാനും പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നും. വീട്ടിലും അച്ഛന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ മ്യൂസിക് പഠിപ്പിക്കുന്ന കാര്യത്തിലും അങ്ങനെ നിർബന്ധത്തിലല്ല, പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ പണ്ടൊക്കെ പാട്ടുകൾക്ക് കൂടുതൽ രാഗ ബേസ്ഡ് ആയിരുന്നല്ലോ പാട്ടുകൾ. ഇന്നിപ്പോൾ നമ്മൾ പല ജോണർ ട്രൈ ചെയ്യുമ്പോഴും ആസ് എ കർണാട്ടിക് ലേൺ ചെയ്തിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ അതിനും ഒരു ബേസിലൊരു രാഗം കിടക്കുന്നുണ്ടാവോ? ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇല്ല, അങ്ങനെ ഒരു ലോക്ക്, അങ്ങനെ ഒരു രാഗത്തിൻ്റെ ഒരു ലോക്ക് കുറേ മുന്നേ തന്നെ പൊട്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്
വേറെ മ്യൂസിക് കമ്പോസേഴ്സിന് വേണ്ടി വായിക്കാൻ പറ്റിയതും ഫ്ലൂട്ട്. അപ്പം തന്നെ അതൊക്കെ പയ്യെ പയ്യെ പൊട്ടി ഇപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ഒരു രാഗത്തിനെ കുറിച്ച് ബോദർ ചെയ്യുന്നില്ല. പക്ഷെ അതെൻ്റെ മസിൽ മെമ്മറിയിലുള്ള കുറേ രാഗങ്ങൾ അതൊക്കെ ഇങ്ങനെ അത് വന്നോളും. പക്ഷെ ഇത് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ പ്രാവിൻകൂട് ഷാപ്പ് കാണുമ്പോഴത്തേക്കും വയലിൻ അതിനകത്ത് ഇട്ട് മേഞ്ഞേക്കാണ് അല്ലേ? വയലിനിൽ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ അറിയത്തില്ല, പക്ഷെ ഇത്രയും എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെന്റ് ഇല്ല എന്നാണ് ഞാൻ പറയാ. എംബാർ കണ്ണൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് ആ വയലിൻ സോളോ വയലിൻസ് എല്ലാം പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് വയലിൻസും നമ്മൾ പുറത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിൻ മറ്റേ ചെറിയ ആ സാധനമൊക്കെ പറഞ്ഞത് ഇവിടുത്തെ എംബാർ കണ്ണൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് വായിച്ചേക്കണത്. പുള്ളി എംബാർ കണ്ണൻ ഇവിടുത്തെ എറണാകുളമാണോ? അല്ല, പുള്ളി ചെന്നൈയാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ ഞാൻ ഒരുപാട് ഷോസൊക്കെ വായിച്ചിട്ടുണ്ട്. ഇവർക്ക് ഈ ശോഭനയുടെയൊക്കെ ഡാൻസിന്, ശോഭന, മാളവിക സൗർക്കയുടെ ഒക്കെ അവരുടെയൊക്കെ പെർഫോമൻസിനൊക്കെ ഞാൻ ഈ എംബാർ കണ്ണനൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് പരിപാടികൾ വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഒരുപാട് റെക്കോർഡിങ്സൊക്കെ അവിടെ വായിച്ചിട്ടുണ്ട്, ഡാൻസ് ഡ്രാമ പരിപാടികൾക്കൊക്കെ. അപ്പോൾ ഇങ്ങനൊരു പടം വന്നപ്പം കറക്റ്റായിട്ട് പുള്ളിയെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും എന്ന് വിചാരിച്ച് തോന്നി. പിന്നെ പുള്ളി വന്ന് പൊളിച്ചടുക്കി. ഏറ്റവും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സൗണ്ടിനെ പോലും ഇത്രയും മനോഹരമാക്കി കാണിച്ചിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടർ വേറെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഈ ഹോണടിയെ ആ ഹോണടിയെ ആ ബൈപ്പാസിലേക്കൊക്കെ ഹൈവേയിലേക്ക് കയറി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ തരുന്ന ഒരു എയർ ഹോണിന്റെ ശബ്ദം അതിനെ അതിമനോഹരമായി മിനി മഹാറാണിയിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും എന്താ പറയുക, ഈ ആ പാട്ടുണ്ടാക്കിയിട്ട് അത് കമ്പോസ് ചെയ്ത് സെറ്റാക്കി ഞാനിവിടെ കൊച്ചിയിലിരുന്നപ്പോഴാണ് കമ്പോസ് ചെയ്തിട്ട് ഗിരീഷ് ഷെഡിയെ കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി വെച്ച്. പക്ഷേ അതിനൊരു ഗ്രൂവ് മാത്രമേ റെഡി ആയിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ പാട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈക്ക് പോവാണ്. ചെന്നൈ പോയിട്ട് ഞാൻ പാട്ടുണ്ടാക്കി അയക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂവ് ചുമ്മാ ഒരു 10 മിനിറ്റോളം ആ ഗ്രൂവ് ഒരു ബൗൺസ് എടുത്ത് ചുമ്മാ ഫോണിൽ ലിറിക്സ് ഒന്നുമില്ല. ജസ്റ്റ് ആ മെയിൻ കേൾക്കുന്ന ആ ബീറ്റ് മാത്രമേ ഉള്ളൂ. ആ ബീറ്റും അങ്ങനെ എടുത്തിട്ട് ചുമ്മാ അതിങ്ങനെ വണ്ടിക്കകത്തിട്ട് ഒരു 10 മിനിറ്റ് ഡ്യൂറേഷനിൽ അത് ബൗൺസ് എടുത്ത് വണ്ടിക്കകത്തിട്ട് കേട്ട് പോകാമെന്നുള്ള ഐഡിയ ആണ്. അങ്ങനെ പോയി ആ ഡ്രൈവിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇത് ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോൾ ചുമ്മാ ഗ്ലാസ് കറച്ച് ഇങ്ങനെ ഇറങ്ങിയിരുന്നപ്പോൾ ഒരു ഹോൺ കേട്ടു. അപ്പോൾ ലൈക്ക് അത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് സെറ്റ് ആവുമെന്ന് തോന്നി. അപ്പോഴാണ് അങ്ങനെ പോയിട്ട് നേരെ പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടി മനസ്സിലായി. വിഷ്ണു വിജയൻ പോകുന്നുണ്ട്, ഒരു ഇൻപുട്ട് കൊടുത്തേക്കാന്ന്. ആരും അടിച്ച ഹോൺ. പിന്നെ ഇത് അങ്ങനെ ഒരു വണ്ടിയാണല്ലോ. അല്ല, അതാണ് അടുത്ത ചോദ്യം. ആക്ച്വലി ഈ മിനി കൂപ്പർ എന്നുള്ളൊരു സാധനം ആദ്യമേ ഇപ്പം മനസ്സിനകത്തുണ്ട്. അതുണ്ട് വിഷ്വലൊക്കെ, അതും വിഷ്വൽ വന്നിട്ടുണ്ട്. വിഷ്വൽ വന്നിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ഹോൺ കേൾക്കുവാണെങ്കിൽ അവരും എന്തായാലും ഗ്ലാസ്സൊക്കെ ടോപ്പൊക്കെ ഓപ്പൺ ആയി കിടക്കുന്ന ഒരു വണ്ടിയിലാണ് പോകണം. അപ്പോൾ ഈ ശബ്ദം എന്തായാലും കേൾക്കും. അപ്പോൾ അതൊരു കുറച്ച് പാട്ടായിട്ട് നിൽക്കാതെ എന്തോ ഒരു ട്രാക്ക് നടക്കണ പോലെ തോന്നുന്നു വിചാരിച്ചു. അങ്ങനെ തല്ലുമാലിൽ ഈ പറഞ്ഞ പോലെ ഒരു സൗണ്ട് ട്രിപ്പിംഗ് ട്രാക്ക്, മറ്റേ ഒരു പട്ടിയുടെ കുരയ്ക്കണ സൗണ്ട് ഇട്ട് അതിൻ്റെ അകത്തൊരു ഒരു ട്രാക്കുണ്ട്, ജിംഷീസ്, അങ്ങനെ ഒരു ട്രാക്ക്. അതുമാത്രമല്ല, ഇപ്പം മഞ്ഞുമൽ ബോയ്സിന് വേണ്ടി സുഷിനു ഒരു പുതിയ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിയെടുത്ത് അതാണ് ആ കുഴിയുടെ അകത്തുനിന്നുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പുള്ളി എടുത്ത് വെച്ചാൽ അതിൻ്റെ എന്താ പേരെന്ന്, രാമു എന്ന് പേര് പറഞ്ഞു പുള്ളി. അപ്പം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു മ്യൂസിക്, ഒരു പുതിയ ഇൻസ്ട്രുമെൻറ്റ്, അങ്ങനെയൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റൊക്കെ ഉണ്ടോ ഇൻ ഫ്യൂച്ചർ? ഈ പറഞ്ഞ ഹാക്കിലായിരുന്നു എൻ്റെ ജീവിതം. ഞാൻ പറഞ്ഞ ഇപ്പോൾ ദുദൂക്ക് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇപ്പോൾ അത് സെഷൻ വായിക്കാൻ പോകുമ്പോൾ ദുദൂക്ക് അത്ര ട്യൂണിങ്ങിലല്ല ദുദൂക്ക് നമ്മളിലുള്ള. അപ്പം ഒരു ഇൻസ്ട്രുമെൻ്റാണ്, സ്ട്രൈറ്റ് റീഡ് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, വിൻഡ് ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ അതിൻ്റെ റീഡ് എടുത്തിട്ട് വേറെ ടിൻ വിസിൽ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് കുറച്ചുകൂടി ട്യൂണിങ് ഒക്കെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതിലിങ്ങനെ കണക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വായിക്കും. ലൈക്ക് ഇങ്ങനത്തെ കുറേ മൾട്ടിപ്പിൾ പല ഇൻസ്ട്രുമെൻസിനെ ക്ലബ് ചെയ്തിട്ടുള്ള പരിപാടികൾ. അങ്ങനെ ഈ ഇൻസ്ട്രുമെൻ്റ് ഏതാ ആക്ച്വലി? ഇത് ഒക്കാറിന. അത് ഫ്ലൂട്ടിന്റെ ഒരു വകഭേദമാണ്. ഫ്ലൂട്ടിന്റെ ഒരു വകഭേദമാണ്. ഇത് വായിച്ചിരിക്കണത് എൻ്റെ ഫ്രണ്ട് നിഖിൽ റാം എന്ന് പറഞ്ഞ ഫ്ലൂട്ടിസ്റ്റാണ് വായിച്ചിരിക്കുന്നത്. ഞാനും നിഖിലും നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതുവരെ സ്റ്റേജ് ഒന്നും വായിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മിക്കവാറും ഡേറ്റ് ക്ലാഷ് വരുമ്പോഴാണ്, നിഖിലിന് എന്തെങ്കിലും പരിപാടി ഡേറ്റ് വരുമ്പോൾ എന്നെ വിളിച്ചു വിടും, എനിക്ക് പ്രശ്നം വരുമ്പോൾ അവൻ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന അങ്ങനെ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അത് നിഖിലിന് ഇങ്ങനത്തെ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചിട്ട് ഒക്കാറിനെ വായിച്ചു. പിന്നെ അതിനകത്ത് കീ ഫ്ലൂട്ടും നിഖിൽ വായിച്ചു. ബാക്കി വേറെ ഹുൽസി, പിന്നെ ഇന്ത്യൻ ബാംബൂ ഫ്ലൂട്ട്, അതൊക്കെ ഞാൻ വായിച്ചു. അങ്ങനെ
ഇൻസ്ട്രുമെൻറ്റ്സ് കൂടുതലുണ്ട്, പക്ഷേ എന്നാലും 2 ഇൻസ്ട്രുമെൻ്റലിസ്റ്റുകളുണ്ട് ആ പാട്ടിൽ. മാപ്പിളപ്പാട്ടിൻ്റെ എനിക്ക് തോന്നുന്നു പല തലങ്ങൾ താങ്കൾ, ചിലതൊക്കെ ട്രഡീഷണലി ഉള്ള മ്യൂസിക്കൊക്കെ തന്നെയായിരിക്കും. എന്താണ് അതിനകത്തൊരു സ്ട്രോങ് പോയിന്റ്? ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ ഇപ്പം കേട്ടിട്ടുള്ള പാട്ടുകളാണ്. പിന്നെ പുതിയതായിട്ടുള്ള മാപ്പിളപ്പാട്ടുകളൊക്കെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അതിലെല്ലാം ഒരു വൈബുണ്ട് ഭയങ്കരമായിട്ട്. അതെ അതെ. തല്ലുമാലയിലും നമ്മൾ കുറേ അങ്ങനത്തെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചും ടാര 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 ടാര, അതൊക്കെ അത് ട്രഡീഷണലി ഒക്കെ ഉള്ളൊരു മ്യൂസിക്കാണ്. നേരെ സുലേഖ മനസ്സിലേക്ക് പോകുമ്പോൾ അവിടെയും നമ്മൾ ആ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? അതാണ്, നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, കേൾക്കാത്ത ഇനിയും അതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് പാട്ടുകൾ. അപ്പോൾ അതിങ്ങനെ കഴിയുന്നത്ര അതൊക്കെ അതിനെയൊക്കെ എങ്ങനെ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് ആ പടത്തിൽ സുലേഖ മനസ്സിൽ നോക്കിയത്. അപ്പം ജിൽ 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 ഓൾറെഡി ഒരു സെറ്റ് ഭയങ്കര ഹിറ്റായിട്ട് നീങ്ങുന്ന ഒരു മാപ്പിളപ്പാട്ടാണ്. അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു മാപ്പിളപ്പാട്ടാണ് അത്. അപ്പം അതിൻ്റെ ഫ്രണ്ടിലൊരു പ്രീഫിക്സ് സെറ്റ് ചെയ്ത് മറ്റേ ആറ്റിലെത്തിയ ഒരു അമ്പിളി മീന, ആ സാധനം ഒരു പടത്തിൻ്റെ ഈ പടത്തിൻ്റെ ട്രാക്കായി മാറുന്നു എന്ന് വെക്കാൻ വേണ്ടി നമ്മൾ വെക്കുന്ന ഒരു പ്രീഫിക്സ് ആണ് സാധനം. ആദ്യ അനുരാഗോള് അത് മൂസിന് എഴുതി നമ്മൾ കമ്പോസ് ചെയ്തിട്ട് പിന്നെ ആ കോറസിൽ വന്നിട്ട് ഈ പാട്ടിൽ കയറും, പിന്നെ പോകുന്നു, പിന്നെ ആ കോറസിൽ വരുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ എത്ര നാളിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുണ്ട് ഈ സെയിം കോറസും. ലൈക്ക് അത് നമുക്ക് ഒന്ന് സുലേഖ മനസ്സിലിൻ്റെ സൗണ്ട് ട്രാക്കുകളായിട്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ അത് ചെയ്തിരുന്നത്. ഈ സുലേഖ മനസ്സിൽ നമ്മൾ മറ്റേ ഈ സംഗൃത ബമകരിയൊക്കെ കൈൻഡ് ഓഫ് അതൊക്കെ നമ്മൾ അങ്ങനെ റെഫറൻസ് എടുക്കാറുണ്ടോ പാട്ടുകളുടെ? റെഫറൻസ് അല്ല, അത് അത്രയും ഇങ്ങനെ ഒരു സ്പീഡിൽ പോകുന്നൊരു സാധനം ആ കല്യാണപ്പാട്ട് ഹാലാകെ മറന്നില്ലത്. അപ്പോൾ അത് ആ ഒരു ഫോർമാറ്റ് വേണമെന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ കമ്പോസ് ചെയ്താണ്. പക്ഷേ മാപ്പിളപ്പാട്ടിൻ്റെ ഒക്കെ ഓരോ ഫോർമാറ്റുകൾ എങ്ങനെ റിപ്പീറ്റേഴ്സ് എത്ര വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരു ഷേപ്പിൽ പിടിപ്പിച്ച്. പിന്നെ മൂസിന് എഴുതുന്നതിൻ്റെയാണ് അത് കുറച്ചുകൂടി അങ്ങനെ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ വോക്കൽസ് പിക്ക് ചെയ്യുന്നതിൻ്റെ അകത്തും. പിന്നെ രണ്ടാമത്തെ സ്ട്രോങ് പോയിന്റ് ആണ് ഹാർമണി. എല്ലാത്തിലും, ഈവൻ കന്നഡ പടത്തിലും പോയിട്ട് അവിടെയും കുറെ കുട്ടികളെ കൊണ്ടൊക്കെ പഠിച്ചു. അപ്പൊ ആ ഒരു ഹാർമണിക്ക് അതെന്താ, എന്തെങ്കിലും ഒരു ഒറ്റയ്ക്കൊരു വോക്കലിൽ തന്നെ കേട്ട് ഇരുന്ന് ബോറടിക്കുന്നതിനെക്കാട്ടി നല്ലത് കുറച്ച് കൂടുതൽ വോക്കൽസ് ഉള്ളത് തന്നെയാണ് എപ്പോഴും. ഈ ജിൽ ജിൽ ജില്ലൊക്കെ 2 ഫീമെയിൽ ഡ്യുവറ്റാണ് സോങ്. അതേപോലെ തന്നെ ഹാലാകെ മറന്നയും ഫീമെയിൽ ഡ്യുവറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ പ്രാവൻകൂട് ഷാപ്പിൻ്റെ അകത്താണെങ്കിലും അങ്ങനത്തെ ഡ്യുവറ്റുകളുണ്ട്. ഇപ്പം സാധാരണ നമ്മളിപ്പോൾ ജെൻഡർ മാറ്റി മെയിൽ ഫീമെയിൽ ഡ്യുവറ്റ് എന്നുള്ളതിനെക്കാട്ടിലും അല്ലാണ്ട് എനിക്ക് സെയിം അങ്ങനത്തെ ഡ്യുവറ്റുകൾ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഇപ്പം തല്ലുമാലയിലുണ്ട്, ഹരിചരൺ ബെന്നിതായാലും കൂടി പാടിയിട്ടുണ്ട്. ഫാലിമിയിലെ പാട്ടൊക്കെ പാടുമ്പോഴും പിച്ച് ഔട്ട് ആയാലും അത് കുട്ടികളുടെ മനോഹാരിത എന്ന് വിചാരിക്കുമോ അതോ അവരെ പിച്ചിലേക്ക് കൊണ്ടുവരുമോ? ഇല്ല, അങ്ങനെയല്ല. അതിനൊരു പിള്ളേരെ അവരുടെ തന്നെ ബൂത്തിൽ കണ്ടക്ട് ചെയ്യാനായിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ടാവും നമുക്ക്. അവരത് ഡീൽ ചെയ്യും. പക്ഷെ എന്നാലും അവർ ഓൾറെഡി ഞാൻ ഏതോ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ 2-3 കുട്ടികൾ വന്നിട്ട് ഞാൻ അവരുടെ പറഞ്ഞ് നമുക്ക് ഇനിയും പാട്ടുകൾ കൊണ്ട് സെറ്റാക്കാം, നമുക്ക് പാടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ അവർക്കൊരു അങ്ങനെ അവസരം കൊടുക്കുന്ന രീതിക്കാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തിൽ അവർ പോയിട്ട് ഞാൻ വെച്ചാൽ ഇന്നിപ്പോൾ വൈകുന്നേരം നമ്മൾ നൈറ്റ് റഹ്മാൻ സാർ റെക്കോർഡിങ് എടുക്കാന്ന് പറഞ്ഞിട്ട് പോയ പിള്ളേരാണുള്ളത്. അപ്പം അങ്ങനത്തെ അത്രയുമുള്ള അങ്ങനത്തെ പിള്ളേരാണ്. അപ്പോൾ സ്ഥിരം റെക്കോർഡിങ് പാടുന്നതും. ഡാബ്സി എന്ന് പറയുന്ന ആളെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിഷ്ണു എന്ന് പറയാം. ഒരിക്കലുമല്ല, മണവാളൻ തഗ് മുതലല്ലേ? അത് തല്ലുമാലയിലൂടെയാണ് ഡാബ്സി വന്നത്. മൂസിൻ ബരാരിയാണ് എനിക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ മൂസിനിലൂടെയാണ് തല്ലുമാലയിലേക്ക് ഡാബ്സി എത്തുന്നത്. ഡാബ്സി ആയിട്ട് ഞങ്ങളിപ്പോൾ ഇതിൽ പ്രാവൻകൂട് ഷാപ്പിൽ ശവത്ത് കുത്തുപാട്ട് എന്ന് പറഞ്ഞൊരു പാട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു തല്ലുമാല ആൽബത്തിൽ നമ്മൾ രണ്ടുപേരും ചേർന്നാണ് വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ സുലേഖ മനസ്സിലും അങ്ങനെ ചേർന്ന ആൽബത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് ഞങ്ങൾ രണ്ടും കൂടി ചേർന്നൊരു പാട്ടിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ശവത്ത് കുത്തുപാട്ടാണ്. എങ്ങനെയാണ് ആന്റണി ദാസിന്റെ ശബ്ദം നമുക്ക് ഇതിനൊക്കെ പറ്റുന്നതാണെന്നും നമ്മുടെ മലയാളത്തിലേക്ക് എടുത്തിടാമെന്നും ആ ഒരു ഡിക്ഷൻ ഫോളോ ചെയ്യുന്നു? ഏത് തരത്തിലുള്ള പാട്ടിലും പുള്ളി പാടിക്കഴിയുമ്പോൾ ഒരു വേറൊരു തരത്തിലുള്ള ഒരു മാജിക് ഉണ്ടാവാറുണ്ട്. അതാണ് നമുക്ക് ഏത് പാട്ടും ഒന്നും വിളിച്ചൊന്ന് ട്രൈ ചെയ്യിപ്പിക്കാൻ തോന്നും. ഒന്ന് പാടിക്കഴിയുമ്പോൾ അയ്യോ ഇത് അടിപൊളിയാണല്ലോ നമുക്ക് അപ്പോൾ തന്നെ തോന്നുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സിംഗറാണ് അന്തോണിദാസൻ. അന്തോണിദാസിനെ നമ്മൾ എപ്പോഴാണ് നോട്ടിട്ടത്? പുള്ളി ജിഗർദണ്ഡയിലൊക്കെ പാടി അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോഴൊക്കെ തൊട്ട് തന്നെ പുള്ളി ഇങ്ങനെ നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഗപ്പിയിൽ ആദ്യമായിട്ട് വന്നൊന്ന് ചോദിച്ചപ്പോൾ പുള്ളി വന്ന് പാടി തന്നു. പിന്നെ അവിടുന്ന് കുറച്ച് കൂടുതൽ പാട്ടുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള പടങ്ങളിൽ ആന്റണിദാസൻ ഓൾറെഡി അപ്പം പ്രാവൻകൂട് ഷാപ്പിൽ ഞാൻ പുള്ളിക്കാരനെ
മറ്റേ ചെത്തുപാട്ട് ആദ്യം ഒരു Solo. മെയിൽ വോക്കൽ പോലെ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. ആ അപ്പോഴും ഇങ്ങനെ അവസാനം അന്തോണിദാസനിലേക്ക് എത്തേണ്ടി വരുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ അത് പെട്ടെന്ന് ഇങ്ങനെ മാറ്റി. ഫീമെയിൽ സോങ് ആക്കി. അതിൻ്റെ ഒരു ചിന്തയെ മാറ്റിയിട്ടു. ഫീമെയിൽ കോറസിൽ അത് വരുമ്പോൾ ഒരു വേറൊരു സുഖമുണ്ട്. ഈ പറഞ്ഞ പോലെ കള്ളുപാട്ട് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു അതെ, ഒരു ഫീമെയിൽ വോയിസിൽ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ആ പാട്ടിൻ്റെ ഒരു വെൽക്കമിങ് ആണ് ഭയങ്കരമായിട്ട്. പടത്തിൽ ആദ്യമായിട്ട് നിൽക്കുമ്പോൾ വാ എന്നൊക്കെ പറഞ്ഞാണല്ലോ തുടങ്ങുന്നത്. അപ്പം അത്രയും വെൽക്കമിങ് ആയിട്ടുള്ള സൗണ്ടുകൾ കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത്. അതെ അതെ. മാർക്കോസ് എന്ന് പറയുന്ന ഒരാള് ഇന്നത്തെ വളരെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഒരു പടത്തിൽ ഒരു പാട്ടിലേക്ക് പ്ലേസ് ചെയ്യാം. മാർക്കോ സാറിൻ്റെ ശബ്ദത്തിൽ ആ പാട്ട് വന്നുകൊണ്ടാണ് അതിന് ഒരു കുറച്ചുകൂടി ഒരു എന്തോ ഒരു സാധനം ഉള്ളതെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ അതിപ്പോൾ ഇപ്പോൾ എൻ്റെ വോയിസിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേൾക്കണ ഏതെങ്കിലും വോയിസിൽ വന്നു കഴിഞ്ഞാൽ അത് അതിനൊരു പരിപാടി കിട്ടില്ല. ഇപ്പോൾ ഇവർ കുറേ നാളായിട്ട് നമ്മൾ കേൾക്കാതിരുന്നാൽ നമുക്ക് വളരെ അറിയാവുന്നൊരു ശബ്ദത്തിൽ ആ പാട്ട് വന്നപ്പം അതെ, നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം. അത് വിഷ്ണുവിന്റെ തീരുമാനമാണോ അതോ? അങ്ങനെയല്ല, അത് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ വന്ന ഒരു തോട്ടാണ്. ഗിരീഷ് ഏടി ഉണ്ടായിരുന്നു. എന്നാലും അങ്ങനെ ഒരു തോട്ട്, കാരണം ഇപ്പൊ പഴയ ഒരുപാട് പാട്ടുകാരുണ്ട്. അതിനെ ഒന്ന് ആ വരികൾ ഡിമാൻഡ് ചെയ്യുന്ന രീതിക്ക്, ആ പാട്ടിന് ഡിമാൻഡ് ചെയ്യുന്ന രീതിക്കൊന്ന് അത്ര ടൈറ്റായിട്ട് പിടിക്കാതെ ഒന്നും. ഇനി നമുക്ക് ലിറിസിസ്റ്റുകളിലേക്ക് കിടക്കാം. എല്ലാവരും ഡിഫറെൻ്റാ സത്യം പറഞ്ഞാൽ. അതെ, ഉറപ്പായിട്ടും. ഇപ്പം മുറിയുടെ ഇത് വേറൊരു മേഖലയാണ്. മേ ബി അതിനോട് അടുത്ത് നിൽക്കുമായിരിക്കും അൻവർ അലി അല്ലേ? മുറിയും അൻവർ അലിയും ഇല്ല, അങ്ങനെയല്ല. വാക്കുകളൊക്കെ നമ്മൾ കുറച്ചുകൂടി കേട്ടിട്ടില്ലാത്ത വാക്കുകളായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. അങ്ങനെ കേട്ടിട്ടില്ലാത്തതിൻ്റെ അല്ല, പ്രയോഗങ്ങൾ അതിൻ്റെ ഒരു മിക്സൊക്കെ കുറച്ച് അതിൻ്റെയാണ്. അൻവർ അലി ഭയങ്കര ഡീപ്പായിട്ടുള്ള ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കാത്ത തലത്തിൽ എഴുതി തരുന്ന ഒരു ആളാണത്. സുഹൈൽ വളരെ വളരെ എല്ലാത്തിൻ്റെ ഒരു മിക്സാന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, സുഹൈൽ കുറച്ചുകൂടി വേറെ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു പാട്ടിന് അവരുണ്ടാക്കുന്ന വൈബുകൾ ഭയങ്കര വ്യത്യാസമാണ് ഈ എല്ലാ റൈറ്റേഴ്സും. ഈ കന്നഡയിൽ പോയി നമ്മൾ ചെയ്തിട്ടേ ഈ ലാഫിംഗ് ബുദ്ധ, എന്താണ് അവിടെ നിന്നുള്ളൊരു ലേണിംഗ്? എനിക്ക് ഔട്ട്സൈഡ് ഒരു സംഭവം ചെയ്തത് കന്നഡ മാത്രമല്ലേ, ലാഫിംഗ് ബുദ്ധ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിടെയും ഇവിടെയും തമ്മിലുള്ള നമ്മളുടെ മ്യൂസിക് അവരെ ഏറ്റെടുക്കുന്നതിലോ അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മ്യൂസിക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലോ കന്നഡയും മലയാളവും തമ്മിലുള്ളൊരു ഡ്രാസ്റ്റിക് വ്യത്യാസം ഉണ്ടോ? അങ്ങനെ മനസ്സിലായിട്ടില്ല. പക്ഷെ ഒന്നാമത് ഈ പറഞ്ഞ ലിറിക്സ് ഒന്നും എനിക്കങ്ങനെ നമ്മുടെ ഒരു കൺട്രോളിൽ നമുക്ക് മനസ്സിലാവും. അവർ പറയണതിൽ മനസ്സിലാവുള്ളൂ. നമുക്ക് അത് എൻജോയ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേറെ ഭാഷ പാട്ടുകൾ ചെയ്യുമ്പം കന്നഡ ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വർക്കിംഗ് എക്സ്പീരിയൻസ് നല്ലതാണ്. അവർ ഋഷഭ് ഷെട്ടി പ്രൊഡക്ഷൻസും അല്ലെങ്കിൽ ബാക്കി അവിടുന്ന് വരികൾ എഴുതിയ ആൾക്കാരും സിംഗേഴ്സ് ബാക്കി സ്റ്റുഡിയോസ് എല്ലാവരും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വർക്ക് ചെയ്തത്. വിജയ് പ്രകാശുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ആ പടത്തിൽ. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നടന്നതിൽ വിഷ്ണു അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനകത്ത് നമ്മുടെ DSP ഒക്കെ അടക്കമുള്ളവർ വരുന്നുണ്ട് ഇല്ലേ? DSP ഉണ്ട്, GV പ്രകാശ് കുമാർ ഉണ്ട്, സന്തോഷ് നാരായണൻ ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? വിജയ് ആൻ്റണിയോ? വിജയ് ആൻ്റണി ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ സെഷൻ പ്ലേയിങ്ങിൻ്റെ സമയത്താണ് ഇവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫ്ലൂട്ട് വായിക്കാനായിട്ട് റെക്കോർഡിങ്സിന് വായിക്കുമായിരുന്നു. ഞാൻ ഒരു 2011 തൊട്ട് ഒരു ഏതാണ്ട് അമ്പിളി വരെയൊക്കെ ഞാൻ അത് തന്നെയായിരുന്നു എൻ്റെ മെയിൻ ജോലി. അപ്പം ആ സമയത്താണ് ഇവരൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സെയിം തിങ് ആണ് ഇപ്പം ഔസേപ്പച്ചൻ സാറായിട്ട്, വിദ്യാസാഗർ ജിയുടെ കൂടെ, ദീപക് ദേവിൻ്റെ കൂടെ, എല്ലാവരും കൂടെ. നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫസ്റ്റ് മൂവിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സ്റ്റേറ്റ് അവാർഡുമായിട്ട് ബാഗ് ചെയ്ത ആളാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലേക്കുള്ള നമ്മളുടെ ഒരു ലിമിറ്റേഷനകത്തുനിന്ന് നമ്മൾ സാധനം സ്പേസ് ഒന്നാമത് ഡബ്ബ് ഉണ്ടാവും, SFX ഉണ്ടാവും, ഇതിൻ്റെ താഴെ ഇത് കേൾപ്പിക്കണം, ഇതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അത് എന്നാൽ ചില സമയത്ത് ടേക്ക് ഓവർ ചെയ്യുമ്പോഴും ഇത്രയും സാധനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നിൽക്കണമെന്നൊക്കെ ഉള്ളൊരു ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുമായിരുന്നു. അപ്പം പിന്നെ കുറച്ച് കഴിയുമ്പം ഞാൻ പറഞ്ഞില്ല മുന്നേ ഈ പറഞ്ഞ പോലെ ഒരുപാട് ജോണർ വേണം എന്ന് പറഞ്ഞ് ജോണറിലേക്ക് ഫോക്കസ് ചെയ്യാണ്ട് ഇപ്പം ഞാൻ ഒരു പടത്തിലേക്ക് ഈ പടത്തിന് ഇന്ന കാര്യങ്ങൾ വർക്കാവും, ഇന്നത് വർക്കാവില്ല എന്ന് പറഞ്ഞുള്ളൊരു പ്ലാനിങ് ഇപ്പം നടത്തണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മ്യൂസിക് ഇപ്പോൾ എവിടെ ഇത് കേൾക്കുമ്പോൾ ലൗഡ് എവിടെ ആവണം എന്നുള്ളൊരു പ്രശ്നവും ഈ വിട്ടുപോയതിൻ്റെ കൂട്ടത്തിൽ അതും മാറി. അപ്പം ഇപ്പോൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയറക്ടർമാരും അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരും തരുന്നൊരു സപ്പോർട്ടുണ്ടാവും ഇതിനകത്ത്. ഇതിവിടെ ഇങ്ങനെ വന്നാലും ഓക്കെയാണ്, കുഴപ്പമില്ല, ആ മ്യൂസിക് കിട്ടുമോ, നമ്മൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാം ഫ്രെയിം, അല്ലെങ്കിൽ അത് നമ്മൾ കുറയ്ക്കാം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതെല്ലാവരും ചേർന്നൊരു കൊളാബറേറ്റീവ് സ്പേസിലേക്ക് എത്തിയപ്പോഴാണ്
ഇതിൽ കുറച്ചുകൂടി നമുക്കും സമാധാനമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളുണ്ടോ പണ്ട്? സ്കോർ ചെയ്തിരിക്കുന്ന ഈ ചാണക്യൻ്റെ ഒക്കെ സ്കോർ എനിക്കിഷ്ടമാണ്. അങ്ങനെ ഒരു സാധനമല്ലേ അത്. പിന്നെ അല്ലാണ്ടുള്ള റഹ്മാൻ സാറിൻ്റെ സ്കോറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പടത്തിൻ്റെയും ഹാരിസ് ജയരാജിൻ്റെ മ്യൂസിക് സ്കോറുകൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. വിദ്യാസാഗർ സാറിൻ്റെ സ്കോർ ഇഷ്ടമാണ്. ശരിക്കും വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈസ് ഈക്വൽ ടു അങ്ങനെ എന്തെങ്കിലും ഡെഫിനേഷൻ ഉണ്ടോ? അതായത് ഗോപിച്ചേട്ടൻ എപ്പോഴോ വേറെ ആരടുത്തോ പറഞ്ഞാണ്, ഞാനുള്ളൊരു സമയത്താണ് പറഞ്ഞത്, സ്റ്റുഡിയോ എന്ന് പറഞ്ഞത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വെച്ചാൽ നമുക്ക് അതായത് ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ റിയാക്ട് ചെയ്യുന്നു, പക്ഷേ നമുക്ക് ഉള്ളവരെ ഒരു മീഡിയം മ്യൂസിക്കാണ് എന്ന് ഗോപിച്ചേട്ടൻ ആരടുത്തോ പറയണ ഞാൻ ഓവർ ഹിയർ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ തൊട്ട് ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലും ഇതാണ് അതിൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞ് ഇടയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ അത് ആലോചിക്കും. അങ്ങനെ ഇതിനാണ് ഈ സ്റ്റുഡിയോസിൽ പോയി ഫ്ലൂട്ട് വായിച്ചിട്ട് 2 മണിക്കൂറോ 4 മണിക്കൂറോ നിൽക്കുമെന്ന് പറഞ്ഞല്ലോ. ഉറപ്പായിട്ടും അത് ഔസേപ്പച്ചൻ സാറിൻ്റെ അടുത്തൊന്നും ഇതുപോലെ സാറ് ചില സീനിൻ്റെ അകത്തൊന്നും ഒരു ടെമ്പോ ക്ലിക്കോ ഒന്നും ഇല്ലാത്തൊരു സാധനത്തിൽ ഫ്ലൂട്ട് വായിപ്പിക്കാൻ നേരത്ത് ഓൺ ദ സ്പോട്ട് പുള്ളി ചിലപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഫിംഗർ സ്നാപ്പ് ചെയ്ത് ഒരു താളം ഉണ്ടാക്കി ആ താളത്തിൽ ഒരു മ്യൂസിക് ഉണ്ടാക്കി എടുക്കും. അപ്പം ഇത് ഇത്രയും സാധനം വളരെ സിമ്പിളാണെന്നുള്ളത് നമ്മളപ്പോൾ ചെയ്ത് ആദ്യം പോയി ഒരു സാധനം ഉണ്ടാക്കി ടെമ്പോ ട്രാക്കൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഒരു മ്യൂസിക് സെറ്റ് ചെയ്ത് വായിച്ച് വരും. അത് ഒരുപാട് സമയം പോകും. പക്ഷേ സാറ് ജസ്റ്റ് ഒരു മൈക്കിൽ തന്നെ ഒരു ഫിംഗർ സ്നാപ്പ് ഇട്ട് അതിൻ്റെ പുറത്ത് സാധനം വായിച്ചെടുക്കുന്നപ്പോൾ ഇങ്ങനെയും ചെയ്യാമല്ലോ എന്ന് പറയുന്ന പോലത്തെ കുറേ കാര്യങ്ങൾ എവിടുന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോഴും ഓർമ്മയില്ലേ, ഒരു കാര്യം ആപ്ലിക്കേഷനിൽ വരുമ്പോൾ ഇത് കന്ന് വീഴുമ്പോഴാണ് ഇത് അവിടെ നിന്ന് കിട്ടിയത്, അങ്ങനെ കിട്ടുള്ളൂ. മുമ്പിലേക്ക് പ്രേമലു 2 വരുന്നുണ്ട്, ജിംഖാന, ആലപ്പുഴ ജിംഖാന ഉണ്ട്, ലവ്ലി അതാണെങ്കിൽ ഈച്ചയാണ് ഒരു മെയിൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷ്ണുവിനിൽ നിന്ന് ഞാൻ നേരത്തെ ചോദിച്ചില്ലേ വേറെ എന്തൊക്കെയാണ് ഇനി ഒപ്പിയെടുക്കുക, ഇനി ഈച്ചയുടെ ശബ്ദമൊക്കെ വരുമായിരിക്കും അല്ലേ? ഈച്ചയുടെ ശബ്ദം അത് പിന്നെ ഇടണമല്ലോ. ലവ്ലിയുടെ പാട്ടുകൾ ആണ് ഞാൻ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബിജുചേട്ടനാണ് ചെയ്യുന്നത്, ബിജുബാലാണ് ചെയ്യുന്നത്. അപ്പം പാട്ടുകൾ ഏകദേശം ആയിരിക്കുന്നു. പാട്ടുകളിൽ ഈച്ചയുണ്ടോ? ഒരു പാട്ടിൽ ഈച്ച ഉണ്ട്. അതിനൊക്കെ എന്താ ഇനി ഇപ്പം ഈ പറഞ്ഞ പ്രേമലു 2, ആലപ്പുഴ ജിംഖാന, ഇതിനകത്തൊക്കെ നമുക്ക് ലവ്ലി, ഇതിലൊക്കെ നമുക്കിനി എന്താണ് നമുക്ക് പ്രതീക്ഷയോടെ വിഷ്ണു വിജയ് മ്യൂസിക്കൽസ് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പം ഇമ്മീഡിയറ്റ്ലി വരുന്നത് ഇതാണ്, ആലപ്പുഴ ജിംഖാനയാണ്. അപ്പം ആലപ്പുഴ ജിംഖാനയ്ക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥലം അമ്പലപ്പുഴയാണ്. അപ്പം ഞാൻ ബേസിക്കലി ഒരു അമ്പലപ്പുഴ റൂട്ടുള്ളൊരു ആലപ്പുഴക്കാരനാണ്. അപ്പം പിന്നെ സുഹൈൽ കോയ അതിൻ്റെ അകത്ത് പാട്ടുകൾ എഴുതുന്നുണ്ടാവും, മൂസിൻ ബരാരി എഴുതുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ആലപ്പുഴയുടെ ഒരു പടം കിട്ടിയതിൻ്റെ ഒരു ഹൈ ഉണ്ട്. സുഹൈൽ ഇന്നലെ ഇപ്പം സുഹൈലുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും ഇങ്ങനെ ആലപ്പുഴയിൽ നിന്ന് വരുന്നൊരു പാട്ട്, കുറച്ച് പാട്ടുകൾ ചെയ്യണം, പടം അങ്ങനെ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഹൈ അവനുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ആലപ്പുഴ ജിംഖാന ആയിരിക്കും ചെയ്തുകൊണ്ട് തുടങ്ങാൻ പോണത്. 8 പാട്ടോളം ഉണ്ടാവും ആലപ്പുഴ ജിംഖാന. പിന്നെ ഈ പറഞ്ഞ ലവ്ലിയുടെ പാട്ടുകൾ 3 പാട്ടുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.